കൊടുക്കുന്ന ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്, സ്വലാത്തുൽ ദുഹാ. ഇവിടെയും പറഞ്ഞു തരികയാണ്, ഇന്നു മുതൽ മരിക്കുന്നത് വരെ അത് ഞാൻ മറക്കൂല. തീരുമാനമെടുക്കണം. എല്ലാ സദസ്സിലും ഞാനത് പറയുന്നത് എന്താണെന്നറിയോ? അതൊരു വലിയ നേട്ടമാണ്. സുന്നത്ത് ദുഹാ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവൻ കടക്കാരനായി മരിക്കൂല. ദുഹാ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന് സ്വർഗത്തിൽ ബാബുൽ ദുഹാ എന്ന ഒരു വാതിലുണ്ട്, അതിലൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരും. ഇന്നു മുതൽ മരിക്കുന്നത് വരെ ഞാൻ ഇൻഷാ അല്ലാഹ് അത് കൊണ്ടു നടക്കുമെന്ന് തീരുമാനിക്കണം. എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 9 മണി, സാധാരണ ആധുനിക കണക്ക് വെച്ച് സമയം പറയാം, 9 മണി മുതൽ 12 മണി വരെ നിങ്ങൾക്ക് അതിനിടയിൽ എപ്പോഴും നിസ്കരിക്കാം. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങുമോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ സൂര്യനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയില്ല. അപ്പൊ സാധാ സമയം പറയാം, രാവിലെ 9 മണി കഴിഞ്ഞാൽ 12 മണിക്കിടയിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മതിയല്ലോ. 2 റക്അത്ത് ദുഹാ എന്ന സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഫാത്തിഹ ഓതുക, അറിയുമെങ്കിൽ സൂറത്തുൽ ദുഹാ ഓതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത്, ചെറിയ സൂറത്ത് ഓതുക. റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ്, രണ്ടാമത്തെ റക്അത്ത് ഫാത്തിഹ ഓതുക, ചെറിയ സൂറത്ത് ഓതുക, റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ്, അത്തഹിയ്യാത്ത്, അസ്സലാമു അലൈക്കും, കഴിഞ്ഞു 2 റക്അത്ത്. ഇത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും മാത്രമേ അത് പ്രാവർത്തികമാക്കൂ. തീരുമാനിക്കുക. അത്ഭുതകരമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ സർവ്വ ഇടങ്ങേറുകൾ, സിഹറിൽ നിന്ന് വരെ അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മെ രക്ഷപ്പെടുത്താൻ ആ നമസ്കാരത്തിന്റെ ഭംഗിക്ക് പവറുണ്ട് എന്ന് സൂഫിയാക്കന്മാര് പറയുകയാണ്. തുടങ്ങ് സഹോദരിമാരെ, ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ആരെയും താങ്ങേണ്ട കാര്യമില്ല, ആരുടെ മുന്നിൽ കൈനീട്ടേണ്ട കാര്യമില്ല. തുടങ്ങ്, നമുക്ക് അള്ളാഹു തരും. അള്ളാഹു തരട്ടെ. നാളെ മുതൽ പ്രസംഗം കേട്ട് കുറെ പൈസയൊക്കെ കൊടുത്തു, ആളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ നമ്മുടെ ജീവിതത്തിൽ. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ ദുഹാ എന്ന സുന്നത്ത് നമസ്കാരം കൊണ്ടു നടക്കുന്നവളായിരിക്കുമെന്ന് തീരുമാനിക്കുക. കച്ചവടക്കാരെ, കടക്കകത്ത് ചെറിയൊരു ഷോൾ വിരിച്ചാ നിങ്ങൾക്ക് 2 റക്അത്ത് നമസ്കരിക്കാം. ഓഫീസിലിരിക്കുന്നവരെ, അതിന്റെ അകത്ത് നിങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ എത്രയോ സംവിധാനങ്ങളുണ്ട്. അള്ളാഹു പടച്ച തമ്പുരാനെ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു തിരിച്ചു കൊടുക്കുന്ന സമ്മാനങ്ങൾ എത്ര വലുതെന്നറിയോ? അതിലൊന്നാമത്തെ സമ്മാനം എന്തെന്നറിയുമോ? അള്ളാഹുവിനെ സ്നേഹിച്ചവർക്ക് പടച്ചോ കൊടുക്കുന്ന ഒന്നാമത്തെ സമ്മാനം എന്തെന്നറിയുമോ? അള്ളാഹു ആകാശ ലോകത്തിരുന്ന് മലക്കുകളെ കൊണ്ട് വിളിച്ചു പറയിക്കുമത്രേ. അള്ളാഹു ആകാശ ലോകത്തിരുന്ന് വിളിച്ചു പറയിക്കുമത്രേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട അടിമയെ ഇഷ്ടപ്പെട്ടിരിക്കുകയാ. തുവൂരുള്ള പെരിന്തൽമണ്ണയിലുള്ള, കൊണ്ടോട്ടിയിലുള്ള, മഞ്ചേരിയിലുള്ള, ആ പട്ടാമ്പിയിലുള്ള, ചെറുപ്പുളശ്ശേരിയിലുള്ള ആ പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുകയാ. അതുകൊണ്ടും നിങ്ങൾ മലക്കുകളോട് പറയുന്നു, നിങ്ങളും ഇഷ്ടപ്പെടുക. മലക്കുകൾ വിളിച്ചു പറയുന്നു, ആകാശത്തിലുള്ളവരെ, ഭൂമിയിലുള്ളവരെ നിങ്ങൾ ഇഷ്ടപ്പെടുക, നിങ്ങൾ സ്നേഹിക്കുക എന്നിങ്ങനെ വിളിച്ചു പറയുകയാ. ആ സ്നേഹവും ആ ഇഷ്ടവും ആ പൊരുത്തവും അൽഹംദുലില്ലാഹ് ബറക്കത്താണ്, പവറാണ്. അള്ളാഹു അങ്ങനെ പറയും.